28 നവംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല അത്യാവശ്യം 1:10 റേഞ്ചിലൊരു ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അത് പ്യൂർലി ലിക്വിഡിറ്റി ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം തരത്തിൽ ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ 24,537 കാരണം ഞാൻ അപ്സൈഡ് അത് മാർക്ക് ചെയ്യാൻ കാരണം കുറച്ച് ആ ഒരു ഏരിയയിൽ അപ്സൈഡിലേക്ക് വേറെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഇനി ഇല്ല പ്രോപ്പറായിട്ട്. ആ ഒരു ഏരിയയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. 24,537 മുകളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുക. അല്ലാതെ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറയുമ്പോൾ 24,145 24,145 താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. 24,537 മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുക. അതാണ് നിഫ്റ്റിയിലുള്ള എനിക്ക് കിട്ടിയ ലെവൽസ് എന്ന് പറഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും സെയിം. ബാങ്ക് നിഫ്റ്റിയിൽ 50 മിനിറ്റ്സ് ലെവൽസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇനിയിപ്പോൾ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം നമ്മൾ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത അതേ ലെവലിൽ ഇതുവരെ ബാങ്ക് നിഫ്റ്റി അത് ടാപ്പ് ചെയ്തിട്ടില്ല. 51,944 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ആ ഒരു ഏരിയയാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി കുറച്ച് അടുത്തായിട്ടുണ്ട്. 52,577 അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഞാൻ കാണുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ. 52,577 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്കും, 51,944 താഴേക്കാണ് പോകുന്നതെങ്കിൽ മുകളിലേക്കും 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്കുമായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി ഈ 2 ലെവലിൻ്റെ സെൻറ്ററിലാണെങ്കിൽ അന്നത്തെ ദിവസം ഇപ്പം 28-ന് ഏതെങ്കിലും പുതിയതായിട്ടുള്ള ഒരു IDX ലെവൽസോ ലിക്വിഡിറ്റി ലെവൽസൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രാപ്പിലോ ഏതെങ്കിലും ലെവൽസിൽ നിന്ന് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് തന്നെ നിങ്ങൾ കണ്ടാൽ അറിയാം. ഇന്നത്തെ ട്രേഡ് തന്നെ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പാണ്. IDX എൻട്രീസ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലിക്വിഡിറ്റി ട്രാപ്പ് എൻട്രി ആയിരുന്നു കിട്ടിയത്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയിരുന്നു 2 ദിവസമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ട്രെൻഡ് ലൈൻ ബ്രേക്കോ ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു അപ്സൈഡ് ട്രേഡാണ് പ്ലാൻ ചെയ്തത്. ആ ഒരു ട്രേഡ് ടാർഗറ്റ് അടിച്ച ട്രേഡ് എന്ന് പറഞ്ഞാൽ. എനിവേ താങ്ക് യു, ബൈ.